إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أصلي وأسلم على خاتم الأنبياء والمرسلين وعلى من تبعهم بإحسان إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചു ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചത് ശുദ്ധ പ്രകൃതത്തിലാണ്. വക്രതയില്ലാത്ത, തിന്മകളാൽ കളങ്കപ്പെടാത്ത, നന്മയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂം അതിൻ്റെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഫിത്രത്തല്ലാഹില്ലതീ ഫത്തറന്നാസ അലൈഹാ. മനുഷ്യരാശിയെ മുഴുവൻ അല്ലാഹു ഏതൊരു ഫിത്രത്തിലാണ്, ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത്, അതത്രേ ശുദ്ധമായ പ്രകൃതി, അതത്തെ ഏറ്റവും വക്രതയില്ലാത്ത ശുദ്ധമായ പ്രകൃതമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു കുട്ടിയും ജനിക്കുമ്പോൾ ആ ജനനത്തെ സംബന്ധിച്ച് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ലൈസ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ അലാ ഹാദിഹിൽ ഫിത്ര. ഈ ഫിത്രത്തിലല്ലാതെ ഒരു കുട്ടിയും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നില്ല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടിയും ജനിക്കുന്നത് ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതത്തിലാണ്. ഏതാണ് ആ ശുദ്ധ പ്രകൃതം? അല്ലാഹു സുബ്ഹാനഹു തആല നാം ഓരോരുത്തരോടും പറയുന്നുണ്ട്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. അല്ലാഹുവിൻ്റെ ഹനീഫായ, ഋജുമനസ്കനായ, അതേ തൗഹീദിലേക്ക് ചാഞ്ഞു കിടക്കുന്ന, തൗഹീദിലേക്കും സകല നന്മകളിലേക്കും ചാഞ്ഞു കിടക്കുന്ന അല്ലാഹുവിൻ്റെ ദീനിലേക്ക് നിന്റെ മുഖത്തെ നീ തിരിച്ചു നിർത്തണം. ആ മതത്തിന്റെ പ്രത്യേകത എന്താണ്? ഫിത്രത്തല്ലാഹില്ലതീ ഫത്തറന്നാസ അലൈഹാ. അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടിപ്പ് ആ പ്രകൃതമാണ് അല്ലാഹുവിൻ്റെ ദീൻ. അതായത് ലോകത്ത് പിറന്നു വീഴുന്ന മുഴുവൻ കുട്ടികളും മുസ്ലിമായിട്ടാണ് പിറന്നു വീഴുന്നത്. അല്ലാഹുവിനെ ആരാധിക്കുന്നവരായി, അല്ലാഹുവിലേക്ക്, അല്ലാഹുവിന്റെ മാർഗത്തെ പിന്തുടരുന്നവരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പിഞ്ചു പൈതലുകൾക്ക് ഈ ഭൂമിയിൽ അതേ ജീവൻ നൽകുന്നത്, ജന്മം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ ആ മനുഷ്യൻ ജനിച്ചു വീണ പ്രകൃതി, സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിയാൻ, ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാൻ, ആ സൃഷ്ടാവിന്റെ മാർഗത്തെ പിന്തുടരാനുള്ള ഫിത്രത്തിലാണ് അല്ലാഹു മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നീട് അവരെങ്ങനെ വഴിതെറ്റിപ്പോയി? പ്രവാചകൻ തുടർന്നു പറഞ്ഞു, ഫഅബവാഹു, അവരുടെ മാതാപിതാക്കൾ, യുഹവ്വിദാനിഹി, അവരെ ജൂതന്മാരാക്കി, വയുനസ്സിറാനിഹി, അവരെ നസ്രാനികളാക്കി, അതേപോലെ വയുമജ്ജിസാനിഹി, അവരെ മജൂസികളാക്കി. അല്ലാഹു സൃഷ്ടിച്ചത് മുസ്ലിമായിട്ടാണ്. പക്ഷേ അവർക്ക് വഴി തെറ്റിച്ചു വിട്ടതും, അവരെ വേറെ വഴിയിലേക്ക് തിരിച്ചു വിട്ടതും അവരുടെ മാതാപിതാക്കളാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിറം നൽകി, ഫിത്രത്ത് നൽകിയതുപോലെ ഏറ്റവും നല്ല നിറം നൽകിയവനാണ് അല്ലാഹു. സിബ്ഗത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിറം, അതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ. അല്ലാഹുവിനേക്കാൾ ഏറ്റവും നന്നായി നിറം നൽകുന്നവൻ വേറാരുണ്ട്? അല്ലാഹുവിന്റെ നിറമാണ് നമുക്ക്, അല്ലാഹു നൽകിയ നിറമാണ്, അല്ലാഹു നൽകിയ ഫിത്രത്തിലാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് ആ റബ്ബിന്റെ മാർഗം പിന്തുടരാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ച് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു വാചകമുണ്ട്, ഇല്ലല്ലദീ ഫത്തറനി. എനിക്ക് ഏറ്റവും ശുദ്ധ പ്രകൃതം നൽകി സൃഷ്ടിച്ചവനായ റബ്ബ്, ഫഇന്നഹു സയഹ്ദീൻ, അവനാണ് എനിക്ക് വഴി കാണിച്ചു നൽകുന്നവൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വഴി കാണിക്കുന്നവരാരാണ്? അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ മാർഗമായ ഇസ്ലാമിനെയാണ് നാം പിന്തുടരേണ്ടത്. അല്ലാഹു സൃഷ്ടിച്ച ശുദ്ധ പ്രകൃതിയുടെ ഭാഗമാണ്. അല്ലാഹു മനുഷ്യരെ
ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നുള്ളത്. വഅന്നഹു ഖലഖസ്സൗജൈനി الذكر والأنثى അല്ലാഹു മനുഷ്യരെ ആണും പെണ്ണും എന്ന ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. നോക്കൂ, ഈ ഒരു ഫിത്രത്തിനെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ അട്ടിമറിക്കാൻ നോക്കുന്നു. ചില ആളുകൾ ആണെന്ന ഫിത്രത്തിനെയും പെണ്ണെന്ന ഫിത്രത്തിനെയും മാറ്റിമറിക്കാൻ നോക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് വിഭാഗം ആളുകളുണ്ട്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിന്റെ പൗരുഷവും ആണിന്റെ പിതൃത്വത്തിന്റെ ഘടകങ്ങളും നൽകി, പെണ്ണിനെ കാരുണ്യവും ആർദ്രതയും മാതൃത്വത്തിന്റെ മുഴുവൻ ഘടകങ്ങളും നൽകി. അല്ലാഹു ആണെന്ന പെണ്ണെന്ന രണ്ട് ഇണകളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് മനുഷ്യ തലമുറക്ക് അവരെ ഒരു കാരണമാക്കി മാറ്റിയെങ്കിൽ അതിന് നേരെ വിപരീതമായി മനുഷ്യന്റെ തലമുറയുടെ വേരറുക്കുന്ന, മനുഷ്യരാശിയുടെ വളർച്ചയെ തകർക്കുന്ന പിശാചിന്റെ ദുർമന്ത്രങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ടൊരു സമൂഹം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. അവർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നി ഖലഖതു ഇബാദി ഹുനഫാഅ കുല്ലഹും, ഞാൻ എൻ്റെ അടിമകളെ മുഴുവൻ ആളുകളെയും സൃഷ്ടിച്ചത് ഹുനഫാഅ കുല്ലഹും, നേരെ ചൊവ്വയാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. വഇന്നഹും അത്തതുഹുമുശ് ശയാതീൻ, അവരുടെ അടുക്കലേക്ക് പിശാചുക്കൾ വന്നു. പിന്നീട് ഫജിതാലതുഹും അൻ ദീനിഹിം, അവരുടെ മതത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളഞ്ഞു. എത്രത്തോളം? ഇബ്ലീസ് അല്ലാഹുവിനോട് ഒരു പ്രതിജ്ഞ എടുത്തു, വലആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അങ്ങനെ അവർ അവരുടെ സൃഷ്ടിപ്പിൽ കോലക്കേടുകൾ കൊണ്ടുവരും, അവരുടെ സൃഷ്ടിപ്പിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവരും. നോക്കൂ, ഇന്ന് നമ്മുടെ നാടുകളിൽ ആണായി ജനിച്ച് ആണായി വളർന്ന് പിന്നീട് അവന്റെ ചിന്തകൾക്ക് മൂല്യച്യുതി സംഭവിച്ച് അവൻ പിന്നെ പറയുന്നു ഞാൻ പെണ്ണാണ് എന്ന്. പെണ്ണായി ജനിച്ച് പെണ്ണായി ജീവിച്ചൊരുവൾ പിന്നീട് അവളുടെ ചിന്തകളെ പിശാച് റാഞ്ചിയെടുക്കുമ്പോൾ അവൾ പറയുന്നു ഞാൻ ആണാണെന്ന്. ആണായി ജനിച്ചവൻ പിന്നീട് അതാ പെണ്ണായി മാറുന്നു, പെണ്ണായി ജനിച്ചവൾ അതാ ആണായി മാറുന്നു. അങ്ങനെ പുതിയ ഒരു വർഗത്തെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ കൃത്യമായ അജണ്ടകളോടുകൂടി ഒരു സമൂഹം ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് എന്ന് വിശ്വാസി സമൂഹമേ നാം തിരിച്ചറിയണം. അവർക്കെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നോക്കൂ, മറ്റൊരു ജെൻഡറിനെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മൂന്നാമതായി ഒരു ജെൻഡറിനെ സ്ഥാപിക്കാൻ അവർ നോക്കുന്നു. ആണിനെ പെണ്ണിനെ അല്ലാഹു ഇണയാക്കിയപ്പോൾ, പെണ്ണിനെ അല്ലാഹു ആണിനെ ഇണയാക്കിയപ്പോൾ ചില ആളുകൾ പറയുന്നു എനിക്ക് പെണ്ണിനോട് താല്പര്യമില്ല, എനിക്ക് ആണുങ്ങളോടാണ് താല്പര്യം. പെണ്ണ് പറയുന്നു എനിക്ക് ആണിനോട് താല്പര്യമില്ല, എനിക്ക് പെണ്ണിനോടാണ് താല്പര്യം. ഇതെവിടെ നിന്ന് വന്നു? അതാണ് പിശാച് പറഞ്ഞതില്ല, ആമുറന്നഹും, ഞാൻ അവരോട് ചില കൽപ്പനകൾ നടത്തിക്കൊണ്ടിരിക്കും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അങ്ങനെ അവർ അവരുടെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കും. ഇവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് സമൂഹത്തിന്റെ ഭദ്രതക്ക് കോട്ടം തട്ടുന്നതാണ്. നമ്മുടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അത് വലിയ അപകടകരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഭാഗത്തെ തിരിച്ചറിഞ്ഞ് അവരെ തിരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇന്ന് ചില യുവതിയുവാക്കൾ സോഷ്യൽ മീഡിയകളിലൂടെ ഈ സംസ്കാരത്തെ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. അതിനെതിരെ നാം സംസാരിക്കണം. ഏറ്റവും വലിയ തിന്മയാണത്. നന്മക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെ തിന്മക്കെതിരെ ശബ്ദിക്കാൻ നമുക്ക് കഴിയണം. ചിലപ്പോൾ ഒറ്റപ്പെട്ട ശബ്ദങ്ങളായിരിക്കാം, പക്ഷെ അത് പിന്നീട് അത് മാറും. സമൂഹം അത് ഏറ്റെടുക്കും. ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുമല്ലോ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, ചില ആളുകളൊക്കെ അതിനെ ചില ഇംഗ്ലീഷ് ലെറ്ററുകൾ കൊടുത്ത് LGBTQ എന്നെഴുതി അതിനെ മഴവില്ലിന്റെ അഴകു നൽകി സമൂഹത്തിന്റെ മുന്നിൽ ഒരു പുതിയ ഒരു ജെൻഡറായി അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലാഹുവിന്റെ മുന്നിൽ ഇബ്ലീസ് എടുത്ത പ്രഖ്യാപനമാണ് ലആമുറന്നഹും, ഞാൻ അവരോട് ഇത് കൽപ്പിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളത്. അതിനെതിരെ നമുക്ക് അല്ലാഹുവിന്റെ ദീൻ കൊണ്ട് പോരാടാൻ കഴിയണം. ഇതിവിടെ ഇരിക്കുന്ന ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയായി തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം വിപത്തുകളിൽ നിന്ന്, ഇത്തരം ശർറുകളിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ, വരും തലമുറയെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാം ജീവിക്കുന്ന ഈ രാജ്യം
ഈ നാട്, ഈ സമൂഹം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഫിത്രത്തിനെ സംരക്ഷിക്കുന്നവരായിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഉദാത്തമായ ജീവിത രീതിയെ അല്ലാഹു സുബ്ഹാനഹു തആല ആണായും പെണ്ണായും രണ്ട് സൃഷ്ടിപ്പിനെ ഇവിടെ സംവിധാനിച്ചു. പൂർവികർ നമുക്ക് കാണിച്ചു തന്ന ഒരു ജീവിത രീതി, ആ ഒരു രീതിയെയാണ് നാം ഈ രാജ്യവും ഈ സമൂഹവും പിന്തുടരുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ഫിത്രത്തിനെ, അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതിയെ മാറ്റിമറിക്കുന്ന ഒരു സമൂഹത്തിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളത്. അതിലേക്ക് മനുഷ്യരെത്താൻ കാരണമാകുന്ന മുഴുവൻ വഴികളെയും അടക്കാനുള്ള മാർഗം സ്വീകരിക്കുക എന്നതും അവർക്കെതിരെ പ്രതിരോധം തീർക്കാൻ കഴിയുക എന്നതും അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഈ രാജ്യത്തിൻ്റെ സന്ദേശമായി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഇന്ന് പല ആളുകളും സോഷ്യൽ മീഡിയകളിലൂടെ ഇത് നമ്മുടെ നാടുകളിൽ ഇറക്കുമതി ചെയ്യുകയാണ്. ചില ആളുകൾ അവരുടെ ശരീരത്തിൽ മാറ്റം വരുത്തുന്നു. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ തല മുടിവെട്ടാൻ ബാർബർ ഷോപ്പുകൾ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് നമ്മുടെ നാടുകളിൽ ഒരുപാട് ക്ലിനിക്കുകളുണ്ട്. എന്തിനാണ്? പച്ചകുത്താൻ, ടാറ്റു അടിക്കാൻ. അതിൻ്റെ ക്ലിനിക്കുകൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇത്തരം ടാറ്റു അടിക്കുന്നതും പച്ചകുത്തുന്നതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി എതിർത്തിട്ടുണ്ട്. അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അവർക്ക് ശാപമുണ്ടാകട്ടെ, അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തലാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഭാവത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ നടത്തത്തിലും നമ്മുടെ ഹെയർ സ്റ്റൈലിലും അങ്ങനെ എന്തു വേണ്ട നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹു നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ സൃഷ്ടിച്ച പ്രകൃതിയുടെ മതത്തെ അള്ളാഹു നമ്മുടെ മുന്നിൽ എടുത്തു വെച്ച് തന്നിട്ടുണ്ട്. ആ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ മാർഗം സ്വീകരിക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് വഴി കാണിച്ചു തരുക. അതല്ലെങ്കിൽ പിശാചിന്റെ മാർഗങ്ങളിലേക്ക് നാം വഴിതെറ്റിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലപ്പോഴും പല ആളുകളും കൂടികളാകാറുണ്ട്. ആധുനികതയുടെ ആവശ്യകതയായി ഞാൻ ഇന്നതിനോട് യോജിച്ചില്ലെങ്കിൽ ആളുകൾ എന്നെ പഴഞ്ചനെന്ന് വിളിക്കും, പ്രാകൃത മതമെന്ന് വിളിക്കും, 6-ാം നൂറ്റാണ്ടെന്ന് വിളിക്കും. ചിലർ പറയും 19-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇപ്പോഴും കയറിയിട്ടില്ല എന്ന് പറയും. ചിലർക്ക് 6-ാം നൂറ്റാണ്ടാണ് സ്ഥിരം പല്ലവി. പ്രിയപ്പെട്ടവരെ, അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ജനങ്ങളൊക്കെ നന്നാകുമ്പോ ഞങ്ങളും നന്നാകാമെന്നല്ല പറയേണ്ടത്. ജനങ്ങളൊക്കെ മോശമാകുമ്പോൾ ഞങ്ങളും മോശമാകുമെന്നല്ല പറയേണ്ടത്. മറിച്ച് നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ പഠിപ്പിക്കണം. ജനങ്ങളൊക്കെ നന്നാകുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ നന്നാകും. എന്നാൽ ജനങ്ങൾ മോശമായാൽ ഞങ്ങൾ അത്തരം അക്രമങ്ങൾ ചെയ്യില്ല, അതിന് കൂട്ടുനിൽക്കില്ല എന്നാണ് നാം പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിനൊത്ത് നമ്മൾ ഒഴുകുകയല്ല, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ഒഴുകാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം തിന്മകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രകൃതത്തെ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്ന വലിയ ഒരു തിന്മയെ അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നേരായ വഴിയിലൂടെ നടക്കാനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് വിശ്വാസികൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അയൽവാസികൾ, കുടുംബക്കാർ, അവരുടെ എല്ലാം ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار. اللهم وفق رئيس الدولة وحكام الإمارات. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.